السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ഭക്ഷണം കുറഞ്ഞ നിലക്ക് കഴിക്കുക, പരിധി വിട്ട് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. വളരെ ചുരുക്കി പറയുന്നു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫ് 31-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ കഴിക്കണം, കുടിക്കണം, പരിധി വിട്ട് കടക്കരുത്. അത്തരം പരിധി വിട്ട് കടക്കുന്നവരെ, അധികം കഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. സൂറത്ത് മാഇദയിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹരിമു തയ്യിബാതി മാ ഹല്ലല്ലാഹു ലക്കും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നതിൽ നിന്ന് ശുദ്ധമായതിന് നിങ്ങൾ വേണ്ട എന്ന് വെക്കണ്ട, അതിനെ നിങ്ങൾ ഹറാമാക്കണ്ട. പക്ഷേ ശുദ്ധമായതാണെങ്കിലും അത് ഹലാലായതാണെങ്കിലും അതിൽ നിങ്ങൾ പരിധി വിട്ട് കിടക്കണ്ട. അവിടെയും അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അത്തരം പരിധി വിട്ട് കിടക്കുന്നവരെ, കൂടുതൽ കഴിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട്. ഈ രോഗങ്ങൾ അധികവും നമ്മെ പിടിപ്പെടുന്നത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ്, അത് എത്ര കഴിക്കണം എന്ന് നാം ശ്രദ്ധിക്കാതെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരം രോഗങ്ങളിൽ നാം എപ്പോഴും ആണ്ടുപോകുന്നത്. അത് എത്രയാണ് പരിധി എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു മോശമായ ടാങ്കുണ്ട്, അത് അവൻ്റെ വയറാണ്. എന്ന് പറഞ്ഞാൽ മോശമായതൊക്കെ കഴിച്ച് പരിധിയിലധികം കഴിച്ച് അതിനെ മോശമാക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യമായി നിങ്ങളുടെ വയറ്റിന് 3 ഓഹരി വെക്കുക. ഓരോഹരി ഭക്ഷണം കഴിക്കാനും, ഓരോഹരി വെള്ളം കുടിക്കാനും, മറ്റൊരോഹരി ശ്വാസം എടുക്കാനും വിടാനും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മുടെ അവസ്ഥകളൊക്കെ അതിൽ നിന്ന് മാറി എവിടെയൊക്കെയോ ആണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും രോഗങ്ങൾ ഇവിടെ കുന്നുകൂടാൻ കാരണം. വകുലു വശ്റബു വലാ തുസ്രിഫു എന്നുള്ള ഈ ആയത്തിൻ്റെ തഫ്സീർ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് നന്നായി നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിൻ്റെ അർത്ഥം ആവശ്യത്തിലധികം നിങ്ങൾ കഴിക്കരുത് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുഫസ്സിറായ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഓഹരിയിൽ 1 ഓഹരി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിലധികം ആകരുത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഭക്ഷണം കൂടുതൽ കഴിക്കരുത്, അതിനെപ്പറ്റി വിശദമായി പറയാൻ ഇപ്പം സമയമില്ല എങ്കിലും ഒരുപാട് സഹാബാക്കൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മുഫസ്സിരിങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അബുല്ലൈസ് സമർക്കന്ദിയും ഇമാം മാവറദിയും ഒക്കെ അവരുടെ തഫ്സീറുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം, അതായത് കണക്കിലധികം, ആവശ്യത്തിലധികം കഴിക്കരുത് എന്നാണ്. അങ്ങനെ തുടങ്ങി ഇബ്നു അറബി തങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കഴിക്കരുത്, അതായത് ആവശ്യത്തിലധികം കഴിക്കരുത് എന്ന്. ഹംബലികളായ ഒരുപാട് പണ്ഡിതരും ഇതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പരിധിയിൽ
പരിധി വിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തീമിയയും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കഴിക്കരുത്, അത് നന്നല്ല, ഒരിക്കലും നന്നല്ല. അതിൻ്റെ വിധികളും അവർ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞവരൊക്കെ. അങ്ങനെ സിഹത്തുൽ ജിസ്മി ഫി ഖില്ലത്തി തആം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ അവർ ഒരുപാട് പറഞ്ഞതിനെ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അസ്മഇയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം നാം കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിലാണ് ആരോഗ്യം നിലനിൽക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വലിയ പണ്ഡിതരാണ്, വലിയ ശാസ്ത്രജ്ഞനും കൂടിയാണ് അസ്മഇ. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കഴിക്കരുത്, 1-2 ഭക്ഷണം കഴിക്കുക, പക്ഷേ ഭക്ഷണം കൂടാൻ പാടില്ല. നേരെ മറിച്ച് നീ പഠിക്കുന്നതാണെങ്കിൽ, നിന്റെ പഠനമാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ എത്രമാത്രം ശ്വാസം എടുക്കുന്നു വിടുന്നുവോ അതിൻ്റെ തോതനുസരിച്ച് നീ പഠിക്കണം, അതിലും കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ലോകം കണ്ട ഏറ്റവും വലിയ ലോകപ്രസിദ്ധനായ ഡോക്ടർ ഇബ്നു സീന പറഞ്ഞിട്ടുണ്ട്, ഈ കണക്കിലധികം പരിധി വിട്ട് ഭക്ഷണം കഴിക്കുന്നതിലാണ് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇഹ്ദറുൽ ബത്ന ഫഇന്ന അക്സറൽ ഇലലി ഇന്നമാ തതവല്ലദു മിൻ ഫുദൂലി തആമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ഭക്ഷണം കഴിക്കുന്നത്, ഇബ്നു സീന വീണ്ടും പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം 1 പ്രാവശ്യമാകട്ടെ, അത് നിനക്ക് നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് വഹ്ദർ തആമൻ ഖബ്ല ഹദ്മി തആം, എന്നാലും ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിക്കുന്നതിന് മുമ്പ് ഒരിക്കലും നീ കഴിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിച്ച് പരിപൂർണമായി ദഹിക്കണമെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വേണം. 4 മണിക്കൂർ മുമ്പായിട്ട് ഒന്നും തുടരുത്, അങ്ങനെയാണ് നിയമം. പക്ഷേ ജനങ്ങൾ അതിനൊക്കെ വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും രോഗികളായി പോകുന്നത്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹും ഇതിനെപ്പറ്റി അവര് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് കുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത്, ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞത് മുഴുവനായി പറയുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം ക്ലാസ് എടുക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാത്മാക്കൾ ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി അത് കൂടാൻ പാടില്ല, അത് കുറയണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ-മിഅദത്തു ബൈത്തുദ്ദാ വൽ ഹിമ്യത്തു റഅസുത്തിബ്ബിൻ വൽ ആദത്ത് തബഅൻ സാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മുടെ വയറ് അത് രോഗങ്ങളുടെ വെയർഹൗസാണ്. അതിനെ കാരെ കൂട്ടി സൂക്ഷിക്കല്, കൂടുതൽ കഴിക്കാതിരിക്കല്, എന്ത് കഴിക്കണമെന്ന് പരിശോധിച്ച് നോക്കി കഴിക്കല്, അത് എല്ലാ മെഡിസിൻ്റെയും എല്ലാ റെമഡിയുടെയും ഔഷധങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ ഔഷധമാണ്. അതേപോലെ തന്നെ നാം പതിവാക്കിയ ഭക്ഷണം കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ പള്ളയെ സൂക്ഷിക്കണം. പള്ള എന്നുള്ളത് നിന്റെ വയറ്, അത് നിന്റെ ശരീരത്തിനെ അത് നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് നീ കൂടുതൽ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടർ, ഈ അലോപ്പത്തിക്കിന്റെ ഫാദറും കൂടിയായ അബക്കറാത്ത് പറഞ്ഞത് ഇസ്തിദാമത്തു സിഹത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, തത്രുക്കൽ ഇംതിലാഅ മിനത് തആമി വശറാബ്, നീ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭക്ഷണത്തിനെ പറ്റി ഒരുപാട് മഹാത്മാക്കൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനെ പറ്റി അത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇന്ന് ആധുനിക മെഡിക്കൽ ശാസ്ത്രവും പറയുന്നത് അത് തന്നെയാണ്. ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പാടില്ല. നമുക്കതിനൊരു പരിധിയുണ്ട്, ആ പരിധി വെച്ച് കഴിക്കണം എന്നാണ് ആധുനിക ശാസ്ത്രവും മെഡിക്കൽ ശാസ്ത്രം പറയുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നത് രാവിലെ പ്രാതലിന് 350 ഗ്രാമും ഉച്ചഭക്ഷണത്തിന് 250 ഗ്രാമും വൈകുന്നേരത്തെ രാത്രിയുടെ ഭക്ഷണം, വൈകുന്നേരം എന്ന് പറയാൻ കാരണം കുറേ താമസിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മഗ്‌രിബ് കഴിച്ച ഉടനെ കഴിക്കൽ ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ. അല്ലെങ്കിൽ ഇശ കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് ഉടനെ തന്നെ കഴിക്കണം, താമസിപ്പിക്കേ അരുത് ഒന്നുകൊണ്ടും. അത് ഈ രാത്രിയുടെ ഭക്ഷണം 200 ഗ്രാം, രാവിലെ 350, ഉച്ചക്ക് 250, അതുപോലെ തന്നെ രാത്രി 200, അപ്പോഴേക്ക് 800. പിന്നെ ഒരു 10 മണിൻ്റെ ചായക്ക് എന്തെങ്കിലും ഒരു 50 ഗ്രാം, വൈകുന്നേരത്തെ ചായക്ക് ഒരു 50 ഗ്രാം, ടോട്ടൽ 900 ഗ്രാം. 1 കിലോവും കൂടി പൂർത്തിയാക്കുന്നില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ, നാം ഓരോയിടത്തും പോയി ഒരു ദിവസം 4-5 പരിപാടികൾ ഉണ്ടാകും, ഓരോയിടത്തും 1 കിലോ 2 കിലോ 3 കിലോ ആയിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താകും എന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഈ റമദാൻ മാസത്തിൽ നല്ലൊരു ലിമിറ്റേഷൻ ഉണ്ട്, പലരും ആ ലിമിറ്റേഷനും തകർത്ത് കളയുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങളിലും ആ ലിമിറ്റിൽ ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.